നമസ്കാരം. രോഗികൾ ഒ പിയിൽ സന്ധിവേദനയായിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, അവർക്ക് വയറിളക്കമുണ്ടോ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകുമ്പോൾ രക്തമോ കഫോ എന്തെങ്കിലും വരാറുണ്ടോ, വിട്ടുമാറാത്ത വയറുവേദനയുണ്ടോ, കുറേ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന വയറിളക്കമുണ്ടോ എന്നൊക്കെ. അപ്പോൾ അവർ എനിക്ക് സന്ധിവേദനയായിട്ട് വന്ന് ഡോക്ടർ എന്തിനാ ഈ വേണ്ടാത്ത വയറിൻ്റെ കാര്യം ചോദിക്കുന്നത് പലപ്പോഴും അവർ ആലോചിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടലും ജോയിൻസുമായിട്ട് വളരെ അടുത്ത ഒരു ബന്ധമുണ്ട്. ഫോർ എക്സാമ്പിൾ, കുടലിനെ ബാധിക്കുന്ന കുറേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെതിരെ വർക്ക് ചെയ്യുന്ന അസുഖങ്ങളെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, കുടലിനെ ബാധിക്കുന്ന രണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറയും. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് തന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന രണ്ട് അസുഖങ്ങളാണ് ഇത് വയറിനെ ബാധിക്കുന്നത്. അത് മനസ്സിലായാലും കുഴപ്പമില്ല. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വയറിൽ ചെറിയ വ്രണങ്ങളുണ്ടാകും. കുടലിൽ ചെറിയ വ്രണങ്ങൾ കാണും. അതുണ്ടാകാനുള്ള കാര്യം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ കുടലിലെ കോശങ്ങളെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവിടെ നീർക്കെട്ട് വരുന്നു, അത് വ്രണങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇത് സെയിം സാധനം, നമ്മുടെ ഇമ്മ്യൂൺ ഡിസീസ് നമുക്കറിയാമല്ലോ, പലപ്പോഴും ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വയറിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം കുടലിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പലപ്പോഴും സന്ധികളെ അറ്റാക്ക് ചെയ്യും. അതിനെയാണ് എൻട്രോപ്പതിക് ആർത്രൈറ്റിസ്, അതായത് കുടലിനെ ബാധിക്കുകയും ജോയിൻസിനെയും ബാധിക്കുന്ന ഒരു ടൈപ്പിലുള്ള വാതരോഗം എന്ന് വിളിക്കുന്നത്. അൺകോമൺ ആയിട്ടുള്ള അസുഖമല്ല ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഒക്കെ ഇല്ല, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നൊക്കെ പറയും. അത് കോമൺ ആയിട്ടുള്ളൊരു അത്ര റെയർ ആയിട്ടുള്ള അസുഖമൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ആർത്രൈറ്റിസ് ഉള്ളവർക്ക് അവർക്ക് കുടലിനെയും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ചികിത്സ വേറെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ഇവർക്ക് സന്ധിവേദന ഉള്ളവർക്ക് ഒരു അൾസറേറ്റീവ് കൊളൈറ്റിസോ ഇൻഫ്ലമേറ്ററി ക്രോൺസ് ഡിസീസോ ഉണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്, ഒന്ന്, തുടർച്ചയായിട്ട് 3-4 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വയറിളക്കം, 5-6 പ്രാവശ്യമൊക്കെ വയറ്റിൽ നിന്ന് പോവുക. പലപ്പോഴും വയറ്റിൽ നിന്ന് പോകുമ്പോൾ അതിൽ രക്തമോ ചളിയോ നമ്മൾ മ്യൂക്കസ് എന്നൊക്കെ പറയത്തില്ല, ചെളി കാണത്തില്ലേ, മൂക്കള പോലെയുള്ള മ്യൂക്കസ് കാണുക. 2, കഠിനമായ വയറുവേദന, ഭയങ്കരമായ വയറുവേദന, അല്ലെങ്കിൽ അകാരണമായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാകും. 4-5 കിലോ ഒക്കെ വെയിറ്റ് കുറയുന്നു 1-2 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ 10%, അത് 60 കിലോയിൽ 50 കിലോ ആകുന്നു. അതുപോലെ വയറിളക്കമുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഠിനമായ വയറുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ആണോ എന്ന് നമ്മൾ സസ്പെക്റ്റ് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ചില സന്ധിവേദന ഉണ്ട്, അതിലൂടെ വയറിളക്കം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എപ്പോഴും നമ്മൾ കൊളോണോസ്കോപ്പി, അതായത് താഴത്തൂടെ സ്കോപ്പ് കടത്തി കുടലിൽ നമ്മൾ പരിശോധിക്കണം. അപ്പോൾ കുടലിൽ നമ്മൾ കാണുന്ന വ്രണങ്ങളുണ്ട്, ആ വ്രണത്തിൽ ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഡയഗ്നോസ് കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ റൂട്ട് കോസ് അനാലിസിസ് എന്ന് വിളിക്കുന്നത്. റൂട്ട് കോസ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാൻ സാധിക്കും? അവിടെ ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് കാരണമാണ് ആർത്രൈറ്റിസ് വന്നിരിക്കുന്നതാണ്. അത് പലപ്പോഴും ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റും റുമറ്റോളജിസ്റ്റും കൂടിയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ഇതിന് വളരെ നല്ല മരുന്നുകൾ അവൈലബിൾ ആണ്. പണ്ട് 15-20 കൊല്ലം മുമ്പൊക്കെ ഇതിന് സ്റ്റിറോയിഡുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വളരെ നല്ല മരുന്നുകൾ, ബയോളജിക്കൽ മരുന്ന്, നമ്മുടെ TNF എന്ന് പറയുന്ന അഡാലിമുമാബ്, ഇൻഫ്ലിക്സിമാബ്, ജാക്ക് ഇൻഹിബിറ്റേഴ്സ്, വളരെ നല്ല ടൊഫാസിറ്റിൻ, ഉപ്പഡാസിറ്റിൻ, ഇതിനൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ കുടലിലെ വ്രണങ്ങളും കരിയും, അവർക്ക് വയറിളക്കവും കുറയും, അതോടൊപ്പം തന്നെ സന്ധിവേദനയും കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സന്ധിവേദന ഉള്ളവർക്ക് വിട്ടുമാറാത്ത വയറിളക്കമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് കുറയുന്നു, കഠിനമായ വയറുവേദനയുണ്ട് എങ്കിൽ എപ്പോഴും ഡോക്ടറോട് പറയണം. അതുപോലെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ചളി പോകുന്നു, അത് മ്യൂക്കസ് പോകുന്നുണ്ടെങ്കിൽ, അതും അതിൽ രക്തം പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറോട് പറയണം. ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളോണോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫീക്കൽ കാൽപ്രോട്ടക്റ്റിൻ എന്ന് പറഞ്ഞ ടെസ്റ്റൊക്കെ ഉണ്ട്, ഫീക്കൽ കാൽപ്രോട്ടക്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് വയറിൽ എത്രമാത്രം നിൽക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാകും. അതും കൂടി ചെയ്ത് കൊളോണോസ്കോപ്പും ചെയ്ത് അസുഖം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് കൺട്രോൾ ആകുകയും ചെയ്യും. പക്ഷേ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം പലപ്പോഴും നമ്മൾ തെറ്റായ ചികിത്സയിൽ, നമ്മൾ പലപ്പോഴും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ആർത്രൈറ്റിസ് ആയിട്ട് അതിന് തെറ്റിദ്ധരിക്കാൻ സാധ്യത. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? അവിടെ ചികിത്സ ശരിയാകത്തില്ല. മാത്രമല്ല, ചിലപ്പം ജോയിൻസ് ഇമ്പ്രൂവ് ചെയ്തെങ്കിലും അവരുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും, അതുകൊണ്ടാണ് എപ്പോഴും ആർത്രൈറ്റിസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ സിംറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയണം.